വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ, പറയൂ. ആരിഫ് സാർ അല്ലേ? ആരാണ്? ഇത് കബീർ, തിപ്പലശ്ശേരി. ഓ, തിപ്പലശ്ശേരി. എവിടുന്നാണ്? തൃശ്ശൂരില്ല, തിപ്പലശ്ശേരി, പെരുമ്പിലാവോ. ഓക്കെ, പറയൂ. എന്താ, ഞങ്ങളെ വീട് ഞാൻ 5-6 ഇത് കണ്ട്. പക്ഷെ നിങ്ങള് ഭയങ്കര ഒരു മുസ്ലിം മത വിരോധിയായിട്ടാണ് തോന്നുന്നത്. മുസ്ലിം മതവിരോധി, അതായത് ഇസ്ലാം വിരോധി. അതായത് ഇസ്ലാമിക വിരോധി. മറ്റേ ഇതെന്ന് പറയാൻ പറ്റില്ല. എന്താണ്, എത്തിസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം എത്തിസ്റ്റ് എല്ലാ മതത്തെയും ഇത് പറയുന്നത് വെറും സംസാരിക്കുന്നത് മുസ്ലിം വിരോധം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അതിനെ എത്തിസ്റ്റ് ആരോടാ പറഞ്ഞു? അല്ല, അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് അല്ലേ? ഞാൻ എത്തിസ്റ്റ് അല്ല, ഞാൻ എക്സ് മുസ്ലിം അല്ലേ. എക്സ് മുസ്ലിം ആയിട്ടാണ് വകുപ്പുണ്ടോ? പിന്നെ എക്സ് മുസ്ലിം പോയതിന്റെ ആവശ്യമില്ലല്ലോ. മുസ്ലിം അല്ലാത്ത പിന്നെ അത് പുറത്തു പോയി. നിങ്ങൾക്കുള്ളതല്ലോ. എക്സ് MLA എന്നൊക്കെ പറഞ്ഞേക്കാം. അതുപോലെ എക്സ് മുസ്ലിം ഉണ്ട്. അപ്പോ ഉണ്ട്. എന്തിനാ മുസ്ലിം അതിനോടുകൂടി ചേർക്കല്? അത് ഇപ്പൊ എക്സ് കള്ളൻ, എക്സ് കള്ളുകൂടി, എക്സ് കള്ളനോട് ചേർക്കണില്ലല്ലോ. എക്സ് കള്ളുകൂടി, അങ്ങനെ കള്ളുകൂടി മാറ്റി കഴിഞ്ഞാൽ ആള് നിങ്ങളത് കേട്ടിട്ടില്ല? ഇല്ല, എക്സ് കള്ളുകൂടി നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് അറിയാത്ത എന്റെ കുഴപ്പമില്ല, പോയി അന്വേഷിക്കുക. കാരണം അങ്ങനല്ല, കേൾക്കൂ. എക്സ് സ്മോക്കർ, കാരണം ഒരാള് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാച്ചെങ്കിൽ അയാളെ നിർത്തി കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. എക്സ് സ്മോക്കർ, എക്സ് ഡ്രഗ് അഡിക്റ്റ്, എക്സ് കോൺവിക്ട്, എക്സ് മാഫിയ മെമ്പർ, ഇതൊക്കെ ഉണ്ട്. അതേപോലെ എക്സ് മുസ്ലിം. ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി ഞാൻ എക്സ് ജിഹാദി എന്ന് പറയാം. അപ്പൊ ഓക്കെ ആണോ? ജിഹാദി ഒന്നും ഇല്ല. ജിഹാദ് ഇല്ലേ? ജിഹാദ് എവിടെ? എക്സ് ജിഹാദ് അതാ ചോദിച്ചത്. എക്സ് ജിഹാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനാവോ? നമ്മൾ ജിഹാദിനോട് നമുക്ക് താല്പര്യം, നമ്മൾ സമാധാനപരമായി ജീവിച്ചു പോകാതെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളതല്ലല്ലോ എന്റെ വിഷയം. പക്ഷെ എക്സ് മുസ്ലിം ഞാൻ കേട്ടിട്ടുണ്ട്. എക്സില് SMLA കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാത്ത പലതും ഉണ്ടെന്നേ. നിങ്ങൾ ആൻഡ്രോമിഡ ഗാലക്സി എന്ന് കേട്ടിട്ടുണ്ടോ? ആൻഡ്രോമിഡ ഗാലക്സി എന്ന് നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഇപ്പോ ട്രൈനാസറസ് എന്ന് കേട്ടിട്ടുണ്ടോ? ട്രൈനാസറസ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഞാൻ കേട്ടിട്ടില്ല. ഫ്ലോസിനോസിൻ നിഹിലിബിലിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അത് നമ്മൾ കേട്ടില്ല. എന്ന് വെച്ചിട്ട് ഇപ്പൊ അതൊക്കെ ഇല്ലാണ്ടാണോ? നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഇല്ലാന്നാണോ സുഹൃത്ത് അതിന്റെ അർത്ഥം? നിങ്ങൾ കേട്ടിട്ടില്ല, അതല്ല വേണ്ടത്. പഠിച്ചല്ലോ. ഒരു മതത്തിലുള്ള ആള്, അയാൾ മതത്തിൽ താല്പര്യം മതം വിട്ടുപോയി. അത് നിങ്ങൾക്ക് സാധിക്കുക. ഇവിടെ നമ്മുടെ ഭരണഘടന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ മതത്തിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 ഒന്ന് വായിച്ചേ. ഭരണഘടനയിലെ എല്ലാ ആർട്ടിക്കിൾ 25 നിങ്ങളൊന്ന് വായിക്കേ. നല്ല നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളത് വായിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ വായിച്ചിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ആ ബുക്ക് ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിയില്ല എന്താ പറഞ്ഞിരിക്കണെന്ന്. നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ 25 ആർട്ടിക്കിൾ എന്താണ് എഴുതിയിരിക്കുന്നത്? അത് വ്യക്തമായിട്ടൊക്കെ അറിയില്ല. ആ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് ഇവിടെ മതസൗഹാർദ്ദം ഉണ്ട്, അല്ലെങ്കിൽ മത സ്വാതന്ത്ര്യം ഉണ്ട്. എന്ന് വെച്ചാൽ മതം ഇല്ലാതെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ജീവിച്ചോളി, അത് കുഴപ്പമില്ലല്ലോ. പക്ഷെ മറ്റുള്ള കുഴപ്പമുണ്ടല്ലോ. നിങ്ങള് മതം ഉപേക്ഷിച്ച് ജീവിക്കുമ്പോ നിങ്ങൾ അവിടെ എതിർപ്പുകൾ നേരിടുന്നു. നിങ്ങളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ഉമ്മത്തിന്റെ ഗുണ്ട. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 19 എടുക്കും, അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പൊ അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു പിടി അങ്ങ് പിടിക്കും. അപ്പോഴാണ് നിങ്ങളെ പോലുള്ള ആളുകൾ ഈ കുരുപൊട്ടി വിളിക്കുന്നത്. വെൽക്കം. എന്നെ വെറുതെ വിളിച്ചിട്ട് ഇതേപോലെ പറയുന്നത് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല പോയി പഠിക്കല്ലേ. മുസ്ലിം എന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ല, അതുകൊണ്ട് അത് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇപ്പൊ കേട്ടല്ലോ. മുസ്ലിമിന്റെ ആവശ്യം വരുന്നില്ലല്ലോ.
ആവശ്യമുണ്ടല്ലോ. ഇത് തന്നെയാണല്ലോ അതിന്റെ ആവശ്യം. നിങ്ങളെ പോലുള്ള ആളുകള് ഇതേപോലെ കുരുവട്ടിയിട്ട് ഈ എക്സ് മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്നു. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. എന്തിന് ഇങ്ങളെ വേട്ടയാടില്ല? ഇങ്ങളെ വേട്ടയാടിട്ട് എന്താ കാര്യോ? എന്നെ വേട്ടയാടുന്നല്ല, ഇതേപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു ഇതിൽ കണ്ട്, എന്താ കണ്ടത്? ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ എന്താ ഗള്ളിച്ച എന്താ മൂപ്പര് ഒരു കണ്ടുപിടുത്തം കടിച്ച് പിടിച്ച് യഹൂദനാണ്, അല്ല യഹൂദനല്ല, ഒരു ക്രിസ്ത്യൻ ചങ്ങായിയാ. നിങ്ങളുടെ സൗണ്ട് പതറുന്നുണ്ട്, നിങ്ങൾ ഒന്ന് വിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കൂ. മൂപ്പര് ഒരു ക്രിസ്ത്യൻ ഇതില് കമ്മ്യൂണിറ്റി ജനിച്ച ആളാ. ഭയങ്കര ശാസ്ത്രജ്ഞനാണ്, ഗംഭീര ശാസ്ത്രജ്ഞനല്ല. കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് ആള് കുറെ കണ്ടുപിടുത്തലൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ എന്റെ ആണെങ്കിൽ. പക്ഷെ ആ ആള് ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട് ബൈബിളിലല്ലാത്തത് ഒന്നും ലോകത്തില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ഖുർആൻ എടുത്തു പഠിച്ചു. അപ്പൊ അയാൾ ഒടുവിൽ എത്തിച്ചേർന്ന് ഖുർആനല്ല ശരിയെന്നോ എത്തിച്ചേർന്നത്. പക്ഷെ അയാൾ ബൈബിളിൽ ആൾ വിമർശിക്കുന്നില്ല. ബൈബിളിലും കുറെ കാര്യങ്ങളുണ്ട്, ആൾ പറയുന്നുണ്ട് ബൈബിളിൽ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആളെ കാണുകയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം. ഓക്കെ, ഈ ആകാശം 7 ഉണ്ടെന്നും 7 തട്ടാണെന്നും അതിൽ ആദ്യത്തെ തട്ടിലാണ് ഈ നക്ഷത്രങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതെടുത്ത് പെറുക്കി എറിയലാണ് ഈ വാൽ നക്ഷത്രം എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടൊന്ന് പറയോ? അതുപോലെ ഈ മഴ മേഘങ്ങളെ തെളിച്ചോണ്ട് പോകുമ്പോൾ മൂട്ടിലടിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവും വെളിച്ചമാണ് ഇടിവെട്ട് ഇടിമിന്നലെന്നൊക്കെ ഖുറാനിൽ എഴുതി വെച്ചാൽ അതൊക്കെ ശാസ്ത്ര സത്യമാണോ ഒന്ന് ചോദിച്ചിട്ട് പറയൂ. അതേപോലെ ചോദിക്കാം. അതല്ല ഞാൻ പറയണത് മതം കൊണ്ട്, ഏത് മതം കൊണ്ടും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളെ കൊണ്ടും നാട്ടിൽ നന്നേ ഉള്ളൂ. അത് ശരി. എല്ലാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ആളുകൾ ആൾക്കൂട്ടത്തിൽ വെച്ച് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോ ഓടുന്നത്. എവിടെ? അതൊക്കെ നിങ്ങൾ ഓരോന്ന് പടച്ചുണ്ടാക്കണ ഓരോന്നല്ലേ? പടച്ചുണ്ടാക്കാനാണോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി അവിടെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടി, അവിടെ അള്ളാഹു അക്ബറും വിളിച്ചിട്ടാണ് പൊട്ടുന്നത്. അത് ജനങ്ങളിപ്പോ മുസ്ലിം പേരായാൽ കള്ളു കുടിക്കണില്ലേ? മുസ്ലിം പൊട്ടണതും കള്ളു കുടിക്കണതും ഒന്നാണെന്നാണോ നിങ്ങൾ? ഓരോ മനുഷ്യനും ദൈവം ബുദ്ധി അള്ളാഹു അക്ബർ വിളിച്ചിട്ട് പൊട്ടണതും കള്ളു കുടിക്കണതും ഒന്നാണെന്നാണോ നിങ്ങൾ പറയണത്? അതായത് മനുഷ്യൻ പല മെന്റാലിറ്റി. അതൊന്നാണോ? അല്ലാതെ മതം ഇല്ലാതെ ഒരു ലോകത്ത് അള്ളാഹു അക്ബർ വിളിച്ചിട്ട് സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നത് ഹലാലാണോ ഹറാമാണോ? അത് ഹറാമാണ്. അതെങ്ങനെ ഹറാമാണ്? ഇവിടെ ഇസ്ലാമിൽ അത് പഠിപ്പിക്കുന്നു. അത് സൂയിസൈഡ് ബോംബിംഗ് ഹലാലാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഉസ്താദുമാരെ തിരുത്താൻ മാത്രം ഇസ്ലാമിൽ നോളജ് ഉണ്ടോ? നമ്മൾ ആ ഉസ്താദ്മാരും ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് പോവാതെ ഉഴപ്പി നടന്നത് ആരെ കുഴപ്പമാണ്? ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മദ്രസയിൽ പോവാതെ ഉഴപ്പി നടന്നത് എങ്ങനെയാ നമ്മുടെ കുഴപ്പമാവുക? അത് നിങ്ങളുടെ കുഴപ്പമല്ലേ? മദ്രസയിൽ പോയിട്ടുള്ള ആളുകളാണ് ഇത് ഇപ്പൊ പൊട്ടുന്നത്. ഒരു പൊട്ടണമില്ല. അപ്പൊ ഇന്നലെ പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടതല്ലേ പൊട്ടിയതിന്റെ കഥ? അതൊന്നും പറയാം, മതഭ്രാന്ത് തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അതന്നെയാണ് ഈ പറഞ്ഞത്. ഈ മതഭ്രാന്ത് തലക്ക് പിടിക്കണം എന്തുകൊണ്ടാണ്? ഈ മതത്തില് നിയമശിക്ഷയാണെന്ന് അവർക്ക് തോന്നുന്നില്ല. മതത്തിൽ അങ്ങനെ നിയമം പറഞ്ഞില്ല. വെറുതെ അതായത് മുസ്ലിം സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ഒരു ഷെയ്ഖ് ഫൗസാൻ അങ്ങനെയാണെന്നാണ് ആളുടെ പേര് ഓർമ്മ. ആള് പഠിപ്പിച്ചു കൊടുക്കണാണ് ഒരു യുദ്ധത്തിൽ അവസാന വഴിയായിട്ട് നിങ്ങൾക്ക് സൂയിസൈഡ് ബോംബിംഗ് ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കാണ് ഇവിടെ. അത് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അയാളെ തിരുത്താനുള്ള ഇസ്ലാമിലെ നോളജ് നിങ്ങൾക്കുണ്ടോ? ഞാൻ പറഞ്ഞത് ഒരു നിങ്ങൾ ഈ പറയുന്ന ഷെയ്ഖിനേക്കാൾ കൂടുതൽ പഠിച്ചിട്ടുള്ള മദ്രസ ജീവിയാണോ? അല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അയാൾ പറഞ്ഞ തെറ്റെന്ന് പറയുന്നത്? നിങ്ങൾക്ക് അയാളെ തിരുത്താനുള്ള ഇസ്ലാമിക ജ്ഞാനമുണ്ടോ? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അയാളെ തിരുത്താനുള്ള ഇസ്ലാമിക ജ്ഞാനമുണ്ടോ ഇല്ലേ? അയാളെ തിരുത്താനുള്ള ജ്ഞാനം അയാള് പറയണത് കേൾക്ക്, അതല്ലേ വേണ്ടത്. അങ്ങനെ കേൾക്കണം. എന്റെ ബുദ്ധിയിലായി തെറ്റാന്ന് തോന്നി അങ്ങനെ നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചിട്ട് എടുക്കാനുള്ളതാണോ ഇസ്ലാം? നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇസ്ലാമില്? ഉണ്ട്. അത് ഏതായത് പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന ആയത്ത് ഏതാണ്?
ഇസ്ലാമിൽ ഉണ്ടാകുന്ന അറിയില്ല. പക്ഷെ നമ്മൾ ഇസ്ലാമിലെ കാര്യം ചോദിക്കുന്നത്. നിങ്ങളുടെ യുക്തിയിലുള്ള സാധനമൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ വിഷയം ഇവിടെ സംസാരിക്കും, അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. നിങ്ങൾക്ക് അതിനകത്ത് തെറ്റുള്ളത് ഞാൻ കേട്ടോടത്തോളം നിങ്ങള് സംസാരിക്കുന്നത് അതായത് ഭയങ്കര ശത്രുത മനോഭാവത്തോട് കൂടിയിട്ടാണ്. ഇസ്ലാമിനോട് നമുക്ക് ശത്രുതയുണ്ട്, ഒരു സംശയമില്ല. ഇസ്ലാമിനെ പേടിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പേപ്പട്ടി മതമാണ്. ഓക്കെ, ഒരു സംശയമില്ല. നിങ്ങളാരും ഒന്നും ചെയ്യില്ല. കാരണം നിങ്ങളെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളെ എന്ന് പറഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങള് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആൾക്കാർ പറഞ്ഞു നിങ്ങളെ കാര്യം അത് റസൂല് 1500 ആ സുദിനം കാത്തിരിക്കുകയാണ് നിങ്ങൾ. ഇരുന്നോളി. നിങ്ങളെ നമുക്കെന്ത് കാരണം 200 കോടി എന്നാ പിന്നെ എന്തിനാ ഈ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ വെറുതെ നിങ്ങളോട് പറഞ്ഞുതരാ. നിങ്ങൾക്ക് തോന്നുന്നു വലിയൊരു സംഭവമാണ്. നിങ്ങൾക്ക് അങ്ങ് കാത്തിരുന്നാ പോരെ? എന്തിനാണ് ഈ ഫോൺ വിളിച്ചത്? എനിക്ക് ബിരിയാണി തിന്നാനുള്ള ഉറപ്പുണ്ടാക്കി തരുന്നത് എന്തിനാ? എന്ത് ബിരിയാണി? നിങ്ങൾക്ക് തോന്നലുണ്ട് ഇങ്ങനെ സംസാരിച്ച ഞാനൊരു വലിയ ആളായിന്ന്. ആ തോന്നല് വേണ്ട. അതൊക്കെ എനിക്ക് അതൊക്കെ ഇങ്ങനെ അഹങ്കാരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സംസാരം പൂർത്തീകരിക്കുമെന്ന് പറച്ചാൻ പിടിക്കാനേ അറിയുള്ളൂ. നിങ്ങൾ അവിടെ സ്ട്രോക്ക് വന്നിട്ട് അവിടെ ബെഡിൽ കിടക്കുന്ന ഒരാളാണെന്നല്ലേ എന്റെ ഓർമ്മ. നിങ്ങൾ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരാളാണെന്നല്ലേ എന്നോട് പറഞ്ഞേ? എന്ന് ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളാണോ സ്ട്രോക്ക് വന്ന ആള്? ഞാൻ ഷോക്കാളൊന്നല്ല. ആ ശരി, സോറി, അത് വേറെ ആളാണ്. ഓക്കെ. അല്ല, നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടോണ്ട് ചോദിച്ചാണ്. നിങ്ങൾ ധൈര്യത്തിൽ ഈ ഭീഷണിപ്പെടുത്തും. മുഹമ്മദ് നബി എങ്ങനെ മരിച്ചെന്ന് വല്ല പിടിയുണ്ടോ നിങ്ങൾക്ക്? മുഹമ്മദ് നബി മരിച്ച എങ്ങനെ? രോഗം വന്നിട്ട് ഏത് രോഗം? ഏത് രോഗം? പനിയോ? പനി പിടിച്ചിട്ട്. പനി എന്ത്? ജപ്പാൻ പനിയോ അതോ പക്ഷിപ്പനിയോ? ജപ്പാൻ പനിയല്ല. അതിന് 3 വർഷം മുന്നേ ഒരു യഹൂദി സ്ത്രീ വിഷത്തിന്റെ വിഷം കൊടുക്കുന്ന അങ്ങനെ പറയും. അപ്പൊ വിഷം കൊടുത്താണ് കൊന്നത് മുഹമ്മദ് നബീനെ? കൊന്നില്ല. എന്നിട്ടോ അത് അതിജീവിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചിട്ടുള്ളത്. അതെ, ഒരു വിഷത്തിന് ഒരു ക്രോണിക് എഫക്ട് ഉണ്ടാവുമല്ലോ. അത് 3 വർഷം കഴിക്കാൻ മരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു ജൂത സ്ത്രീ ഇതേപോലെ വിഷം കലക്കി കൊടുക്കുമ്പോ ആടാ മോനെ അതിനകത്ത് വിഷം ഉണ്ടടാ തിന്നലടാ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത പടച്ചോനില്ലേ? പടച്ചോൻ അത് ചെയ്യും. പടച്ചോൻ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മരിപ്പ് തടയാൻ ഇന്ന് ഏത് ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ജൂത സ്ത്രീ എന്തിനാ കൊടുത്തത്? ജൂത സ്ത്രീ കൊടുത്തതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മുഹമ്മദ് നബിക്ക് മരിക്കാനുള്ള ടൈം ആയപ്പോ ഓരോ നികുതിമാതിരി ഓരോന്ന്. അതല്ല അവിടുത്തെ കാര്യം. മുഹമ്മദ് നബി ഒരു ഒറിജിനൽ പ്രവാചകനാണോ കള്ള പ്രവാചകനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഷം കലക്കി കൊടുത്തത്. അതറിയോ? മുഹമ്മദ് നബി കള്ള പ്രവാചകനാണെങ്കില് അതറിയോ? അതായിരുന്നു ആ പരീക്ഷണം ആ ജൂത സ്ത്രീ നടത്തിയത്. ആ പരീക്ഷണത്തിൽ മുഹമ്മദ് നബി തോറ്റു. അതാണ് അവിടെ ഉണ്ടായത്. മുഹമ്മദ് നബി 3 കൊല്ലം കഴിഞ്ഞിട്ടില്ല. ആ പരീക്ഷണത്തിൽ അവിടെ തോറ്റു. മുഹമ്മദ് നബി ആ ഭക്ഷണം കഴിച്ചു. മുഹമ്മദ് നബി കേൾക്കൂ. മുഹമ്മദ് നബി അത് അവിടെ കഴിച്ചിട്ട് ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചു. ആ തകരാറുമായിട്ടാണ് 3 വർഷം ജീവിക്കുന്നത്. ആ തകരാറ് കൊണ്ടുള്ള വേദന അവിടെ ശമിക്കുന്നില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെ ആയിഷനോട് പറയുന്നുണ്ട്, ഓ ആയിഷ, അന്ന് ഹൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ആ വിഷത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വേദന വിട്ടുമാറുന്നില്ല. എന്റെ എന്താണ് അയോർട്ട പൊളിയുന്ന പോലെ എന്നാണ് പുള്ളി പറയുന്നത്. കട്ടിങ് ഓഫ് അയോർട്ട എന്ന് പറയുന്ന ഒരു തരം വേദനയുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അത് വെച്ചിട്ടാണ് ഇവിടെ നരകിച്ചാണ് മുഹമ്മദ് നബി മരിക്കുന്നത്. അതറിയോ? അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് മുഹമ്മദ് നബീനെ ആരെങ്കിലും പിടിച്ച് ഉടനെ കുഴിച്ചിട്ടു? അതുമില്ല. 3 ദിവസം അവിടെ കിടന്ന് പുഴുത്തു. അതറിയോ? ഇതുപോലെ ഒരു ഗതികെട്ട ഒരു മരണം ഒരു പ്രവാചകനും പോയിട്ട് ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരു പ്രവാചകൻ മരിക്കുന്നത്. മനസ്സിലായോ? എന്തെല്ലാം തരത്തിൽ മനുഷ്യന്മാര് മരിക്കുന്നത്. അതാ പറഞ്ഞത്, മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന പോലെയാണോ ഒരു പ്രവാചകൻ ഉണ്ടാവുന്നത്? അള്ളാഹുവിന്റെ സ്പെഷ്യൽ Z കാറ്റഗറി അവിടെ പ്രൊട്ടക്ഷനുള്ള മലക്കുകൾ ആവശ്യാനുസരണം ഇറക്കി കൊടുക്കുന്ന ഒരാള്, അയാൾ ഇതേപോലെ കിടന്ന് പുഴുത്തരിച്ച് ചാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം തോൽവി വേറെ എന്താ ഉള്ളത്? എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്നോടാണ് പറയണത് മരണം വന്ന് വിളിക്കുമ്പോ എല്ലാം ശരിയാവുന്നത്. അത് പള്ളി പറഞ്ഞാൽ മതി എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ ശരി, ഇതൊക്കെ അതൊന്നും ഓക്കെ അല്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാചകനെ കണ്ടിരുന്നത് ഒരു ഉത്തമ മാതൃകയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുമാണ്. ആ പ്രധാനപ്പെട്ട വ്യക്തിക്ക് ഉത്തമമായ മാതൃകയും അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടെന്ന് പറയുന്ന ആളുടെയും അവസ്ഥ ഇതാണ്.
അയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇതേപോലെ വിഷം കൊടുത്ത് കൊല്ലുന്നു, പുഴുത്തരിച്ച് ചാവുന്നു. ഇതൊക്കെ കാണുമ്പോ നമുക്ക് പിന്നെ അവിടെ ഡൗട്ട് വരികയാണ്, ഇത് എന്തുട്ട് പ്രവാചകനാണ്, ഇത് എന്തുട്ട് അള്ളാഹുവാണ്, ഇത് ഒരു തട്ടിക്കൂട്ട് കഥയാണല്ലോ എന്ന് നമുക്ക് അവിടെ തോന്നും. അങ്ങനെയാണ് ഇസ്ലാം പൊളിയണത്. അങ്ങനെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഇസ്ലാം വെച്ചുകൊണ്ട് ഇവിടെ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് കുട്ടികൾക്ക് പോലും പേരിടാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോ അത് പേടിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ആ മതത്തിന്റെ കുഴപ്പം നമ്മളിവിടെ അഡ്രസ് ചെയ്യും, പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ അത് മാത്രം നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യും. അപ്പൊ നിങ്ങൾ കിടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിലവിളിയല്ല, ഇത് നിലവിളി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി എന്താ സമയമായി പറയാൻ പറ്റേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കുറ്റം പറച്ചിലുള്ളൂ. കുറ്റപ്പെടുത്തേണ്ടതിനെ കുറ്റപ്പെടുത്തന്നെ വേണ്ടേ? അത് ശരി, കാര്യമുണ്ടോ? വേറെന്ത് വലിയകൾക്കുള്ളത്? അത് തന്നെ പറയണത്, ഇസ്ലാം അത്രയും ഒരു പേപ്പട്ടി മതമാണ്, അതുകൊണ്ടാണ് അതിനെ കുറ്റപ്പെടുത്തുന്നത്. എന്നിട്ടാണോ 200 കോടി 150 കോടി ആ മതത്തെ ഫോളോ ചെയ്യുന്നത്? ആ മതത്തെ ഫോളോ ചെയ്യാത്ത ആളുകളല്ലേ കൂടുതല്? എവിടെ? ഈ ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ട്? അതിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അതാ പറയണേ, എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് ഇവിടെ? 200 കോടി 150 കോടി മുസ്ലിംസ് ഉണ്ട്. അത് എത്ര ശതമാനം ഉണ്ട് ടോട്ടൽ പോപ്പുലേഷന്റെ? 24%. അപ്പൊ 75% ആളുകൾ തള്ളിക്കളഞ്ഞൊരു സാധനമല്ലേ ഇസ്ലാം? അപ്പൊ ക്രിസ്ത്യൻ മതം പകുതി. അതാ പറയണത്, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി അല്ലേ ശരി ഇസ്ലാമിനേക്കാളും? അത് നമുക്ക് പോയാലറിയല്ലോ, ജൂദായിസം ശരിയായിരിക്കാം. നിങ്ങൾ പറഞ്ഞ ലോജിക്ക് പ്രകാരം ഇത്രയധികം ആളുകൾ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 75% ആളുകൾ ഇസ്ലാം ഫോളോ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇസ്ലാം തെറ്റല്ലേ? അപ്പൊ ഇസ്ലാം ഫോളോ ചെയ്യാൻ ശരി. വേറെ 4-5 മതങ്ങളുണ്ടല്ലോ. നിങ്ങൾ പറയുന്നതിന് ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. അതായത് നിങ്ങൾ പറഞ്ഞ ലോജിക്ക് എന്താണ്? ഇത്രയും അധികം ആളുകൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാം ശരി, ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, പിന്നെ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ ശരിയല്ല. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, മതം, എല്ലാ മതങ്ങളും മതത്തെ ഫോളോ ചെയ്യുന്നവരാണ് കൂടുതൽ. 75% ലോകത്തുള്ളത്. 75-80% മതത്തെ, ഏത് മതമായാലും, യഹൂദി മതമായാലും, ക്രിസ്ത്യൻ മതമായാലും, ബുദ്ധ മതമായാലും, ചൈന മതമായാലും, എല്ലാ മതങ്ങളും ഓരോ ശരിയായിരിക്കും. എല്ലാ മതവും ശരിയാണോ? എല്ലാ മതത്തിലും തെറ്റ് പറയണില്ലല്ലോ. ഒരു മതത്തിലും നല്ല ചെയ്യാനല്ലേ പറയണുള്ളൂ. എല്ലാ മതത്തിലും നല്ലതേ പറയണുള്ളൂ. പിന്നെ ഒരു മതത്തിലും പറഞ്ഞില്ല. പിന്നെന്തിനാ നിങ്ങൾ ഈ ദാവാ പ്രവർത്തനം നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് വരൂ, അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താന്ന് പറയണത്? അതിപ്പോ ഇവിടെ ഒരു പാർട്ടിക്കാരുണ്ടാക്കുമ്പോ ഒരു പാർട്ടി ചേരാൻ വേണ്ടിട്ട് പ്രവർത്തിക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല കേട്ടോ. അതിന്റെ നിങ്ങൾക്ക് ഇസ്ലാം അറിയാം. നിങ്ങള് ഖുർആൻ എടുത്ത് വായിക്കുക, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നവരെ നിങ്ങൾ ജിഹാദ് ചെയ്യുന്നതാണ് ഇസ്ലാമിൽ എഴുതി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല, കുഴപ്പം. ഇത് കേട്ടില്ല. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് വരെ, ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നത് വരെ, ഈ ലോകം മുഴുവൻ ദീനിന്റെ കീഴിലേക്ക് വരുന്നവരെ നിങ്ങൾ ജിഹാദ് ചെയ്യൂ. നിങ്ങൾ അയൽവക്കക്കാരോട് അടക്കം നിങ്ങൾ ജിഹാദ് ചെയ്യുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പറയണത് ഖുറാനുള്ള അറബിയിൽ എഴുതിയ സാധനങ്ങൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അത് വിദ്വേഷമായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് തന്നെയാണ് ഈ പ്രശ്നം. അത് നമ്മൾ പറയുന്നതാണ് നിങ്ങൾക്ക് ഇസ്ലാമിനോട് ഇത്ര വിരോധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ തോന്നുന്നത്. നിങ്ങൾ ഖുറാൻ എത്ര പഠിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ? ഞാൻ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, വെറുതെ അല്ല. നിങ്ങൾ ഖുറാന്റെ പരിഭാഷ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? പരിഭാഷ കുറെ വായിച്ചിട്ടുണ്ട്, മലയാളം. അത് മുഴുവൻ അർത്ഥം അറിഞ്ഞ് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? മലയാളം വായിച്ചിട്ടുണ്ട്. അതിന്റെ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? A to Z? മലയാളം വായിച്ചിട്ട്, പക്ഷെ അറബിയാണ് അധികം അറിയാത്തത്. മലയാളം ചോദിക്കുന്നത് അതല്ല. നിങ്ങൾക്ക് ഖുർആനിന്റെ അർത്ഥം ആദ്യം മുതൽ അവസാനം വരെയുള്ളത് നിങ്ങൾ മനസ്സറിഞ്ഞ് വായിച്ചത് മനസ്സിലാക്കിയിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു തവണ ഖുർആനെ മനസ്സിലാക്കിയിട്ടുണ്ട്, മുഴുവനും മനസ്സിലാക്കിയിട്ട്. എന്നിട്ട് നിങ്ങൾ ഈ ആയത്ത് കണ്ടിട്ടില്ലേ? ഈ ലോകം മുഴുവൻ ഇസ്ലാം ആവുന്നത് വരെ നിങ്ങൾ ജിഹാദ് നിങ്ങൾ, അപ്പൊ അതെന്താ നിങ്ങൾ കാണാതെ പോയത്? അത് എന്താ കണ്ടിട്ടില്ല. അത് അപ്പൊ നിങ്ങൾ കാണണ്ടേ? പറയുന്നത് നല്ല കാര്യങ്ങൾ. അയൽവാസി പട്ടിണി കൊടുക്കും, അത് ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? അയൽവാസി പട്ടിണി കൊടുക്കുമ്പോൾ അവന് ബിരിയാണി കൊടുക്കുന്നത് ഖുർആനിലൊന്നുമില്ല. പക്ഷെ ഖുർആനിലുള്ളത് നിങ്ങൾ അയൽവാസിയോട് രൂക്ഷമായിട്ട് പെരുമാറണം എന്നാണ് ഇസ്ലാമിൽ ഖുർആനിലുള്ളത്. അതെന്താ നിങ്ങൾ കാണാത്ത? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, അതാണ് ഖുർആനിൽ ഇല്ലെന്നേ. നിങ്ങൾ പറഞ്ഞ സാധനം ഖുർആനിലല്ല, ഏതൊക്കെ ഹദീസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പടച്ച ഇതാക്കി വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ തോന്നുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിരിക്കണം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചവനെ ദുർമാർഗികളാക്കുന്നാണ് പറയുന്നത്. അതായത് അള്ളാഹുവിന് ഇതൊരു കളിയാണ്. അള്ളാഹു കുറെ പേരെ നരകത്തിൽ വരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്.
നിങ്ങൾ വെറുതെ എന്നെ ഫോൺ വിളിച്ച് നിങ്ങളുടെ വായിലെ വെള്ളം പറ്റിച്ചിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹു വിചാരിക്കും അള്ളാഹു ആണ് എന്നെ വഴി അള്ളാഹു ആണ് എന്നെ വഴി തെറ്റിച്ചത്. അത് നിങ്ങൾ സമ്മതിക്കണം. അള്ളാഹു ആണോ എന്നെ വഴി തെറ്റിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞേ. എന്നെ വഴി തെറ്റിച്ചത് അള്ളാഹു ആണോ? എന്നെ വഴി തെറ്റിച്ചത് അള്ളാഹു ആണോ? നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധി എന്നെ വഴി തെറ്റിച്ചത് അള്ളാഹു ആണോ അല്ലേ? നിങ്ങളെ വഴി വെച്ച് നിങ്ങൾ തന്നെയാണ്. കാരണം എന്നെ വഴി തെറ്റിച്ചത് അള്ളാഹു ആണോ അല്ലേ? അള്ളാഹുവല്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ എനിക്ക് വഴി തെറ്റാൻ പറ്റുമല്ലേ? അള്ളാഹു ചിന്തിക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ട് മനുഷ്യന്. ഉദ്ദേശിക്കാതെ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ എനിക്ക് വഴി തെറ്റാൻ പറ്റൂല്ലേ? അത് പറ്റൂല. നിങ്ങളിപ്പോ കള്ളുടിക്കാൻ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ എനിക്ക് വഴി തെറ്റാൻ പറ്റുമില്ലേ? നിങ്ങൾ ഉത്തരം പറയും. പറ്റും. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന സാധനം പിന്നെ എന്താണ്? ഇവിടെ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയല്ലേ? അല്ലല്ല, നമുക്ക് മനുഷ്യർക്ക് ബുദ്ധി. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണോ നിങ്ങൾ പറയണത്? നമ്മൾ നല്ലത് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ എന്ത് കുന്താണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല്ലേ? അള്ളാഹു നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല്ലേ? അള്ളാഹു ഉദ്ദേശിക്കാതെ നമ്മൾ ഉദ്ദേശിച്ചവർക്ക് എത്തുമെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു കാര്യം ഉദ്ദേശിക്കാൻ പറ്റുമല്ലേ? അതൊന്നും ഉദ്ദേശിക്കാൻ നമുക്ക് ഉദ്ദേശിക്കാനല്ലേ പറഞ്ഞല്ലോ, ചിന്തിക്കാനല്ലേ പറഞ്ഞത്. അള്ളാഹു തീരുമാനിക്കാതെ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു കാര്യത്തെ കുറിച്ച് ഉദ്ദേശിക്കാൻ പറ്റുമോ? ഉദ്ദേശിക്കാലോ. അതെങ്ങനെയാ പറ്റുക? അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാന്നാണോ നിങ്ങൾ പറയുന്നത്? നമ്മള് ഒരു കാര്യം ഉദ്ദേശിച്ച അത് അള്ളാഹു തീരുമാനിച്ച പ്രകാരമാണോ അല്ലേ? അള്ളാഹു തീരുമാനിച്ച പ്രകാരം നടക്കും. നിങ്ങളിപ്പോ എന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചില്ലേ? അത് അത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണോ അല്ലേ നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചത് വിളിക്കാൻ? അത് ഇന്റെ തീരുമാനം വിളിച്ച്. അള്ളാഹുവിന്റെ തീരുമാനമല്ല. എനിക്ക് തോന്നിയൊന്ന് വിളിക്കണം. അള്ളാഹുവിന് അതിൽ പങ്കുണ്ടോ ഇല്ലേ? ഇതിൽ അള്ളാഹുവിന് പങ്കൊന്നുമില്ല. കാരണം ഇപ്പൊ നിങ്ങൾ എന്നെ ഫോൺ വിളിക്കുന്നതിൽ അള്ളാഹുവിന് പങ്കുണ്ടോ ഇല്ലേ? ഇപ്പൊ നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ഇസ്ലാമിനെ എയറിൽ കയറ്റുന്നതിൽ അള്ളാഹുവിന് പങ്കുണ്ടോ ഇല്ലേ? ഇല്ല, അള്ളാഹുവിന് പങ്കില്ല. അള്ളാഹുവിന് പങ്കില്ല. അള്ളാഹു ഉദ്ദേശിക്കാതെയാണ് നിങ്ങൾ ഇപ്പൊ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ബുദ്ധിയിൽ തോന്നി ഞാൻ വിളിച്ചു. ശരി, അപ്പൊ അള്ളാഹുവിന് ഇതിൽ പങ്കൊന്നുമില്ല. അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം ചെയ്യും, നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിന് പങ്കില്ല. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലേ? അള്ളാഹുവിന്റെ പങ്കില്ല. ഇതൊക്കെ തോന്നി ഞാൻ വിളിച്ച്. അള്ളാഹുവിന് ഒരു പങ്കുമില്ല. അള്ളാഹു വിചാരിക്കാതെയാണ് ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. വിളിച്ചത് ആണ്. നിങ്ങളുടെ മതത്തിന്റെ പേരെന്താണ്? ഞാൻ പറയില്ല. ഞാൻ എല്ലാ നിങ്ങളുടെ മതത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ്? മുസ്ലിം. മുസ്ലിം അല്ലല്ലോ. ഇസ്ലാമിൽ ഇങ്ങനെയല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ പഠിപ്പിക്കുക അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു ഇല അനങ്ങില്ല എന്നാണ് ഖുറാനിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് അള്ളാഹു പറയുന്നത് എന്റെ ഫോൺ വിളിച്ച് ഇസ്ലാമിനെ മൊയ്ലിയന്മാര് പറയണതല്ല, ഖുറാനിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു ഇല അനങ്ങില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് ഇസ്ലാമിനെ എയറി കയറ്റുന്ന അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഇതെങ്ങനെ ശരിയാവാ കോയ? ആളെ കളിയാക്കി വിളിക്കണേ. ഇത് കോയ ആളെ കളിയാക്കണല്ലോ, മുസ്ലിമിനെ വിളിക്കണാണ്. നിങ്ങൾക്ക് വിഷമം തോന്നിയോ? എനിക്ക് വിഷമം തോന്നിയില്ല. ഞാൻ പറഞ്ഞത് എന്നാ പിന്നെ അത് ഞാൻ എല്ലാരെയും മാമക്കോയ ആയിട്ടാണ് കാണാറുള്ളത്. എനിക്ക് ഇന്നലെ താല്പര്യം ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും. കാരണം അവരൊരാളെ ഇങ്ങനെ കുറ്റം പറയില്ല. അത് നമ്മളെ വിഷയമല്ല. എന്റെ രീതി ഇതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യന്മാരാണ് ഹൈന്ദവരും ക്രിസ്ത്യാനികൾ. കാരണം ഒരു മതത്തിൽ അവര് കുറ്റം പറയണില്ല. അവരവരെ മതമായിട്ട് പോണ്. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിറ്റി ആയിട്ട് പോലും മുസ്ലിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ നമ്മൾ പ്രതിയോഗിയായിട്ട് എടുത്തിട്ടില്ലല്ലോ. എങ്ങനെ ഞങ്ങള് എക്സ്ക്ലൂസീവാ? എന്താ ഒരു പ്രതിയോഗിയായിട്ട് ഇസ്ലാം എടുത്തിട്ടില്ല. നിങ്ങൾ കാണാമല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ കാണണ്ട. നിങ്ങളെ കാഴ്ചപ്പാട് വേണം. നിങ്ങൾ കാഴ്ചപ്പാടില്ല. ഇസ്ലാമിൽ എക്സ് മുസ്ലിങ്ങളെ കൊന്നു തള്ളിയിട്ടുള്ള ചരിത്രമാണ്. അതറിയോ? നിങ്ങൾക്ക് അറിയുമോ? അത് ഇസ്ലാമിൽ എക്സ് മുസ്ലിങ്ങളെ കൊന്നു തള്ളിയിട്ടുള്ള ചരിത്രമാണുള്ളത്. അതെന്താ വെച്ചാൽ ഇന്ന് ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യൻ നിയമത്തിന് കീഴിലായതുകൊണ്ട് അവിടെ പണി വിവരം അറിയും. കാക്കാമാരാ പണിയായിട്ട് ഇറങ്ങിയാൽ. അതുകൊണ്ട് നിങ്ങൾ സൗദി അറേബ്യയിൽ പോയി നോക്ക്. കഴിഞ്ഞ ദിവസം കൂടി മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവിടെ ആൾക്കാരെ കൊന്നു തള്ളിയിരിക്കുകയാണ്. അതറിയോ? ഇന്നത്തെ ഇന്ത്യയിലെ ആൾക്കാരെ കൊല്ലുന്നില്ലേ? ഇന്ത്യയിലെ ആൾക്കാരെ കൊല്ലുന്നത് മതം ഉപേക്ഷിച്ചതിന്റെ പേരിലാണോ? ക്രൈം ചെയ്യുന്നതിന്റെ പേരിൽ ക്രൈമാണോ? ഉപേക്ഷിക്കുന്നത് ഒരു ക്രൈമാണോ അല്ലേ?
മതം ഉപേക്ഷിക്കുന്ന ഓരോരുത്തർ താല്പര്യമാണ്. മതം ഉപേക്ഷിക്കുന്ന ക്രൈം അല്ല എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ ഇസ്ലാമിക നിയമപ്രകാരം കൊല്ലുന്നത് എന്തിനാ? അതൊരു ഇസ്ലാം സ്ഥലത്ത് അതിനുള്ള അധികാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉപേക്ഷിക്കുന്നത് ഒരു ക്രൈം ആണോ? അല്ലേ മതം നിന്ന് നടത്തുന്ന ക്രൈം. മതം ഉപേക്ഷിക്കുന്നത് ക്രൈം ഉപേക്ഷിക്കുന്ന ക്രൈമല്ല, മതം നിന്ന് നടത്തും. ഉപേക്ഷിക്കുന്നത് ക്രൈം ആണോ? അല്ലേ ക്രൈമല്ല. ക്രൈം അല്ലെങ്കിൽ സൗദി അറേബ്യയിലും മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലുന്നത്. ഉപേക്ഷിക്കുന്നവര് മതത്തെ പറ്റി കുറ്റം പറയണ്ടാവും. നിങ്ങൾ പറയണല്ലോ അവിടുത്തെ പ്രശ്നം. മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലുന്നത്. ഇപ്പൊ നിങ്ങൾ സൗദിയിലെ ഉപേക്ഷിച്ചവരെ കൊല്ലുന്നു, മുർത്തദിനെ കൊല്ലും. അതാണ് ഇസ്ലാമിലെ നിയമമാണ്. നിങ്ങൾ 3 കാര്യങ്ങൾക്കല്ലാതെ ഒരാളെ കൊല്ലരുത്, അവരെ കൊന്നിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതെന്താണ്? വ്യഭിചാരം, വേറൊരാളെ കൊന്നതിന്റെ പേരിൽ, മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ എന്ന് തന്നെയാണ് ഹദീസ്. നിങ്ങൾ പോയി പഠിച്ചിട്ട് വാ. കേൾക്കൂ. Whoever changes the religion, kill him എന്നാണ് ഇസ്ലാമില് ഹദീസ് പറയുന്നത്. അതായത് മതം ഉപേക്ഷിച്ചവൻ, മതം വിമർശിച്ചവനെ കൊല്ലണം എന്നല്ല പറയുന്നത്, മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്നാണ്. ഇവിടുത്തെ മദ്രസയിൽ 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനമാണ് മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന്. നിങ്ങൾ പറയൂ, മതം ഉപേക്ഷിച്ചത് ക്രൈം അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം? ഇവിടെ അങ്ങനെ ആളും കൊന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ നടക്കുന്നു. സൗദി അറേബ്യയിൽ മിനിയാന്നും കൂടി കൊന്നതാണ്. നിങ്ങൾ പറയൂ, അതെന്തുകൊണ്ട് നടത്തിയതിനായിരിക്കും. എങ്ങനെ മതം നിന്ന് നടത്തിയതിനായിരിക്കും. നിങ്ങൾ അങ്ങനെ ആയിരിക്കും എന്ന് പറയണത് എന്തിനാ? ഞാൻ ഉള്ള കാര്യമാണ് പറയണത്. മതം കേൾക്കൂ. മുർത്തദിനെ കൊല്ലണം എന്ന നിയമമാണ് അവിടെ നടപ്പിലാക്കുന്നത്. മുർത്തദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മതം ഉപേക്ഷിച്ചവൻ. റിദ്ദത്ത് എന്ന് പറയുന്ന വിഷയം, അവനെ കൊല്ലണം, കൊന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് അങ്ങനെ ആയിരിക്കൂല എന്ന് നിങ്ങളുടെ വിഷ്വൽ തിങ്കിങ് ആർക്ക് വേണം അവിടെ? അതിന് പുല്ല് വിലയില്ല. നിങ്ങളുടെ വിഷ്വൽ തിങ്കിന് ഇവിടെ പുല്ല് വിലയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് കാടത്തമാണ്, മാനുഷിക വിരുദ്ധമാണ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുമ്പോൾ അത് അങ്ങനെ ആകാതിരുന്നാൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ പറയുന്നോണ്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെയല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മനുഷ്യർക്കായിട്ട് ഇന്നൊരു ഇത് ഇറക്കി, എക്സ് മുസ്ലിമിന്റെ പേര് ഒരു നല്ലൊരു മാനവിക രീതി വെച്ചിട്ടൊരു ഖുർആൻ പോലെ ഒരു പുസ്തകം ഇറക്കി. നിങ്ങൾക്ക് ഈ പുസ്തകമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് അതൊരു വലിയ പരാജയമാണ് സുഹൃത്തെ. എന്തിനാണ് ഈ പുസ്തകം? ഇവിടെ മാനവികമായിട്ട് ജീവിക്കാൻ എന്തെല്ലാം വഴികളുണ്ട്. ആ വഴികൾ നിങ്ങൾ മുറുകെ പഠിക്കേ. ഏറ്റവും മിനിമം നിങ്ങൾ മാനവികമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഈ മാനവിക വിരുദ്ധമായ സാധനങ്ങൾ ഉപേക്ഷിക്കുക. അതാ വേണ്ടത്. ആദ്യം ചെയ്യേണ്ട പണിയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അടിമയെ വെക്കുകയും പിടിക്കുകയും പൂശുകയും ചെയ്യുന്ന ഒരു മതത്തെ വെളുപ്പിക്കാൻ സാധിക്കണം എങ്ങനെയാ? ഇസ്ലാം ഇപ്പോഴും അടിമത്തത്തെ അനുകൂലിക്കുന്ന മതമാണെന്ന് അറിയോ? അതിനൊക്കെ കുറെ കഥകൾ നിങ്ങൾ അതൊക്കെ പഠിക്കാതെ അറിയാത്ത ആൾക്കാരോട്. മുഹമ്മദ് നബി മരിച്ചു കഴിയുമ്പോഴും മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിരുന്നു, അതറിയോ? ഇനി നിങ്ങളൊക്കെ മരണം എങ്ങനെ? മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ട് മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് അറിയോ? എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? ഇക്കറിയില്ല. അറിയില്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വിളിച്ച് തിരുത്തുന്നതിന് പകരം നിങ്ങൾ ഒരു ഉസ്താദിനെ പിടിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് ഇതേ ഇങ്ങനെ കേൾക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് അതെ ഇങ്ങനെ കുറെ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുതിയ കുറെ ബാനർ കേൾക്ക്. അപ്പൊ ഇങ്ങനെ കുറെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ബാനർ ഒട്ടിച്ച് നടക്കുന്ന കുറെ ജന്തുക്കളുണ്ട്. അവര് വന്നിട്ട് ഇസ്ലാമിനെ കുറെ മോശം പറയുന്നുണ്ട്. അവര് പറയുന്നത് ഇന്നതൊക്കെയാണ് 1 2 3 5 6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഇട്ട് എഴുതിയിട്ട് ഉസ്താദിനെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് പറയാം ഇതിന് ഓരോന്നിനും ഉത്തരം പറയാൻ പറയാം ഉസ്താദിനോട്. അത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത? നമുക്ക് അതിന് ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ എന്നെ തിരുത്തേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ട് ഇസ്ലാം പഠിക്കും, എന്നിട്ട് എന്നെ വിളിക്കാം. അതാ വേണ്ടത്. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ABCD അലിഫ് ബാത്ത നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ അടിമയെ പൂശുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല. മുഹമ്മദ് നബി അവിടെ കൊടുത്തരിച്ച് കടന്നു എന്നുള്ളത് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല. ഇസ്ലാമില് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല. ഉസ്താദ് അല്ല, ശരി ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.
Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar, La